പോക്കോ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ പോക്കോ X5 Pro. നമുക്ക് പരിശോധിക്കാം പോക്കോ X5 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്തിടെ ഷവോമി, ഇവരുടെ മെയിൻ ബ്രാൻഡായിട്ടുള്ള ഷവോമി അടുത്തിടെ പുറത്തിറക്കിയ റെഡ്മി നോട്ട് 12 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ സെയിം ഡിസൈനാണെന്ന് കാണാൻ സാധിക്കും. എക്സാക്ട്ലി ആ ഒരു ബോക്സി ഡിസൈൻ, അതുപോലെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ എല്ലാം ഡിറ്റോ ആണ്. കളറിലുള്ള വ്യത്യാസവും അതുപോലെ റെഡ്മി നോട്ട് 12 Proയുടെ ബാക്കിൽ കാണുന്ന ആ ഒരു ഗ്ലിറ്ററിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ ഏകദേശം ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ഈ രണ്ട് സ്മാർട്ട് ഫോണിലും ഐഡൻറ്റിക്കലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളും ഇവിടെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക്, അതുപോലെ സ്പീക്കർ ഗ്രില്ല്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, അതുപോലെ IR ബ്ലാസ്റ്റർ തുടങ്ങി കാണാം. നമുക്കറിയാം ഷവോമി സ്മാർട്ട് ഫോണുകളെല്ലാം മിക്കതിലും ഇത്തരത്തിൽ IR ബ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെയും ഇത്തരം സ്മാർട്ട് ഫോണുകൾ നമുക്ക് വീട്ടിലെ റിമോട്ടുള്ള ഡിവൈസുകളിൽ റിമോട്ടുകൾക്ക് പകരമായിട്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. അത് ഡ്യുവൽ നാനോ സിം കാർഡാണ്, മെമ്മറി എക്സ്പാൻഷൻ ഇല്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പ്രൈമറി മൈക്ക് കാണാം, USB Type-C ചാർജിംഗ് പോർട്ട്, അതുപോലെ സ്പീക്കർ ഗ്രിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുമായിട്ടാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഫോണിന്റെ വലതുവശത്തായിട്ടാണ് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഈ ഒരു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സംവിധാനവും നൽകിയിരിക്കുന്നത്. എന്നാൽ ഫോണിന്റെ ഇടതുഭാഗത്ത് യാതൊന്നും നൽകിയിട്ടില്ല. ഫോണിന് ഇത്തരത്തിലൊരു ബോക്സി ഡിസൈൻ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു സുഖമുണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിലൊരു വലിയ ഒരു ഫോം ഫാക്ടർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പോക്കോ എന്ന ബാഡ്ജിങ്ങും കാണാം. ഈ ഒരു ഫോൺ ആദ്യം കയ്യിൽ കിട്ടി സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ആദ്യം കണ്ണിലുടക്കിയ ഒരു കാര്യമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഇതിൻ്റെ ഡിസ്പ്ലേ, മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എനിക്കൊന്ന് പോക്കോ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് POLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസലുകൾ എന്നറിയപ്പെടുന്ന അരികുകൾ വളരെ തിന്നാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ചിഹ്നം അറിയപ്പെടുന്ന ഭാഗമൊക്കെ വളരെ തിന്നാണ്. അതുപോലെ തന്നെ സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതും വളരെ ചെറിയൊരു സൈസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് കാണുന്ന ഈ ഒരു വാൾപേപ്പറും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. 6.67 ഇഞ്ചിന്റെ ഫുൾ HD റെസൊല്യൂഷനുള്ള POLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. എന്ത് തന്നെയായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ വിഭാഗം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ഇതുപോലെ 60 ഹെർട്സോ അല്ലെങ്കിൽ 120 ഹെർട്സോ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റിലേക്ക് മാറും. അതായത് വ്യത്യസ്ത സിനാരിയോകൾക്ക് അനുസരിച്ചുകൊണ്ട് 30 ഹെർട്സ്, 60 ഹെർട്സ്, 90 ഹെർട്സ്, 120 ഹെർട്സ് ഇങ്ങനെ വേരി ചെയ്യുന്ന റിഫ്രഷ് റേറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഡിസ്പ്ലേക്ക് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരില്ലെന്ന് ആശ്വസിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 10-bit ഡിസ്പ്ലേ ആണ്. ഡോൾബി വിഷന്റെ സപ്പോർട്ടുണ്ട്, HDR10+ന്റെ സപ്പോർട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ എന്ന് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് വിശേഷിപ്പിക്കാം. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിന്നുള്ള ഒരു കുറവെന്ന് പറയുന്നത് കർവ്ഡ് ഡിസ്പ്ലേ അല്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ, POLED, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ 10-bit ഡിസ്പ്ലേ, HDR10ന്റെ സപ്പോർട്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് എല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് മുതൽക്കൂട്ടാവുകയാണ്. സ്നാപ്ഡ്രാഗന്റെ 778G 5G എന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്തു പകരുന്നത്. നേരത്തെ നമ്മൾ നത്തിങ് ഫോൺ 1ലും അതുപോലെ സാംസങ്ങിന്റെ A52 5G എന്ന സ്മാർട്ട് ഫോണിലും ഒക്കെ കണ്ട ആ ഒരു 5G പ്രോസർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സർ അല്ല, പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഓൾ ഇൻ വൺ പ്രോസർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. 7 വ്യത്യസ്ത 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ പരിശോധിക്കുന്ന ഫോണിന്റെ വേരിയന്റ് എന്ന് പറയുന്നത് 8GB RAM 256GB ഇന്റേണൽ മെമ്മറി വേരിയന്റ് ആണ്. ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ചെക്ക് ചെയ്തു. ഏകദേശം 5 ലക്ഷത്തിന് അടുത്താണ് AnTuTu സ്കോർ. അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോൺ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. റാം ടൈപ്പ് LPDDR4Xും സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ അഥവാ ചൂടായാൽ പെട്ടെന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാഫൈറ്റ് ലെയർ കൂളിംഗ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഫോണിന്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ട്. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3
ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറ വന്നിട്ട് 108 മെഗാ പിക്സലിന്റെ സെൻസർ, അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ സെൻസർ, ടെർഷറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ പേരിനുള്ള ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കാൻ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിൽ 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD-യിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് ക്യാമറയിലും 4K റെസൊല്യൂഷനുള്ള ഫോണുകളാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. എന്ത് തന്നെയായാലും ഇതിനകത്ത് ഫുൾ HD 60 ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്ളോഗിംഗ് സെറ്റപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. കാരണം ഫ്രണ്ട് ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ 4K റെസൊല്യൂഷൻ സപ്പോർട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഷവോമിയുടെ അല്ലെങ്കിൽ പോക്കോയുടെ യൂസർ ഇൻ്റർഫേസുകളിൽ MIUIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 14 ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ് വെർഷൻ ആൻഡ്രോയിഡ് 12 ആണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് പോക്കോ നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ആൻഡ്രോയിഡ് 12, ആൻഡ്രോയിഡ് 13ഉം 14 ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ലഭിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 13 നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. 14, 15 അപ്ഡേറ്റുകൾ അപ്പോൾ ഇതിനകത്ത് ലഭിച്ചേനെ. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്നാണ് പോക്കോ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്രയും ആപ്ലിക്കേഷനാണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അതായത് സിലി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നു. ഒരു സ്നാപ്ചാറ്റ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്. പിന്നീട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മോജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആണെന്ന് കാണാം. അതുപോലെ പ്രീമിയം ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫേസ്ബുക്കും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. പിന്നെ ചില കുഞ്ഞു ഗെയിമുകളൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. എന്നാൽ കോൾ ഓഫ് ഡ്യൂട്ടിയും ഇത്തരത്തിൽ അൻഡു ടെസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ബ്ലോട്ട് വേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലോട്ട് വേസുകൾ ഉണ്ട്. എന്നാൽ ഒരുപാട് ബ്ലോട്ട് വേസുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അങ്ങനെ കാണുന്നുമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.1 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP53 വാട്ടർ റെസിസ്റ്റൻസും നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തുള്ളികളെയൊക്കെ പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒറ്റ നോട്ടത്തിലൊന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്, ഗ്ലാസ് ബോഡി നൽകിയിട്ടില്ല. പക്ഷേ അതൊരു കുറവായിട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് എത്രയിൽ വരുന്നു എന്ന് അറിഞ്ഞെങ്കിലേ പറയാൻ പറ്റും. നിലവിൽ എനിക്ക് ഇതിൻ്റെ പ്രൈസ് അറിയില്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്രോ സെൻസറായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു പേരിനുള്ള ഒരു സെൻസർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു 5 മെഗാ പിക്സലിലെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു സെൻസർ കൊടുക്കാമായിരുന്നു. അതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ ഈ പറഞ്ഞതുപോലെ ഫുൾ HD റെസൊല്യൂഷനേ ഉള്ളൂ, 4K റെസൊല്യൂഷൻ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ നൽകിയിട്ടില്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായി പറയാം. കാരണം ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ ഇടാൻ പറ്റൂ. ഒരു മെമ്മറി കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇടാൻ സാധിക്കില്ല. അതും ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരു കുറവാണ്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ പറഞ്ഞ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ കൊടുക്കാറില്ല. അതും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതുപോലെ നൽകിയിട്ടില്ല. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറവുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കുറവുകളുണ്ട്. ഓക്കേഷ് എന്ന് പറയാവുന്ന ചില കുറവുകൾ. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസറായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുറച്ചുകൂടി ബെറ്റർ സെൻസർ നൽകിയിരുന്നെങ്കിൽ ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു POLED ഡിസ്പ്ലേ ആണ്. തീർച്ചയായിട്ടും ഇൻ ഡിസ്പ്ലേ ആയിട്ട് നൽകാൻ വേണമെങ്കിൽ, പക്ഷേ സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറവുകളെന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വിശേഷിപ്പിക്കാം. എന്നാൽ ഏറ്റവും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ സംവിധാനം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ POLED ഡിസ്പ്ലേ, അതും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 10 ബിറ്റ് ഡിസ്പ്ലേ, അതുപോലെ HDR10ൻ്റെ സപ്പോർട്ട്, അതുപോലെ ഡോൾബി വിഷൻ, അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. അതുപോലെ മൾട്ടിമീഡിയ അനുഭവവും അടിപൊളിയാണ്. കാരണം മികച്ച ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു, കൂടാതെ സ്റ്റീരിയോ സ്പീക്കറുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ക്യാമറ വിഭാഗവും മനോഹരം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹൈലൈറ്റുകളുമാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആയിരിക്കും ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് പുറത്ത് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇപ്പോൾ തന്നെ അറിയാനാകും.